ശ്രീകൃഷ്ണന് 10 ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ എവിടെയാണ് പോയിട്ട് ഐഡന്റിറ്റി കാർഡ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മാത്രമല്ല ശിവനും പാർവതിയും അർജുനനും അവരാരും ആരുടെയും മുമ്പിൽ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചിട്ട് വിശ്വസിച്ചിട്ടല്ല അവരെ നമ്മൾ വിശ്വസിക്കുന്നതും കുമ്പിടുന്നതും. അത് ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂവിലും പറയാറുണ്ട്, പല ഇതിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നല്ലവരുണ്ട്, പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറച്ച് കീടങ്ങളുണ്ട്. അവർ തമ്മിൽ ഞാൻ ചുമ്മാ ഒരു ഭാഗത്ത് വെറുതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചോദിക്കണം, പ്രസവം കഴിഞ്ഞോ, ആണാണോ പെണ്ണാണോ. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് കുറച്ച് ആൾക്കാർ, മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരെ, ആൾത്താമസം തലയിൽ ആൾത്താമസം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് കേരളം മൊത്തം ട്രാൻസ്ജെൻഡറിൻ്റെ പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മളെല്ലാവരും കണ്ടു കാണും. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട ജാസിയേട്ടൻ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ അതിൽ പങ്കാളികളാവുന്നതും നമ്മളെല്ലാവരും കണ്ടു. എന്താണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, കേന്ദ്രം ഇപ്പോൾ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ട്രാൻസ്ജെൻഡർ പേഴ്സൺ അമെൻമെൻറ്റ് ബിൽ എന്നാണ് അതിൻ്റെ ഒരു പേര്. അത് നിയമമായിട്ടില്ല, ബില്ല് അവതരിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനെതിരായിട്ടാണ് ഇവർ പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലാവരും നടത്തിയത്. തീർച്ചയായിട്ടും ആ പ്രതിഷേധ പ്രകടനം തീർച്ചയായിട്ടും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ആ നിയമത്തിൽ പറയുന്നത് എല്ലാവരെയും ഇനി മുതൽ ട്രാൻസ്ജെൻഡറായിട്ട് പരിഗണിക്കാൻ വേണ്ടി പറ്റുകയില്ല. ഒരാൾക്ക് സ്വന്തം ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് അങ്ങോട്ട് വന്ന് പറയാനുള്ള അധികാരം ഇനി മുതൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അവർ തീർച്ചയായിട്ടും ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്തവരായിരിക്കണമെന്നും അതുപോലെ തന്നെ ഗവൺമെൻറ് ബോഡി അവരെ അത്തരത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണെന്ന് അംഗീകരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ അവർക്ക് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അധികാരങ്ങളും കിട്ടുകയുള്ളൂ എന്നാണ് പ്രശ്നം. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ജാസിയെ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് അങ്ങോട്ട് സ്വയം പ്രഖ്യാപിക്കുകയാണ്. അത്തരത്തിൽപ്പെട്ട ഒരു പരിപാടി തീർച്ചയായിട്ടും ഇനി മുതൽ നടക്കുകയില്ല എന്ന് തന്നെയാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത്. കാരണം ഇവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വായ്പകളും മറ്റുമൊക്കെ സ്വയം ബിസിനസ് ചെയ്യാനും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ അതെല്ലാം മുതലാക്കുന്നത് അത്തരത്തിൽ പേരിന് മാത്രം ട്രാൻസ്ജെൻഡറായ ഒരുപാട് ആൾക്കാർ വിലസി നടക്കുന്നുണ്ട്. അവരാണത് തട്ടിക്കൊണ്ടുപോകുന്നത്. ഒറിജിനൽ ട്രാൻസ്ജെൻഡറായ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റി ഇപ്പോൾ പഠനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽപ്പെട്ട ഒരു നിയമം കൊണ്ടുവന്നത്. ഇനി നാളെ രാവിലെ ഒരാണ് തീർച്ചയായിട്ടും ഒരു പെണ്ണിൻ്റെ വേഷം കെട്ടി വന്നിട്ട് ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് അംഗീകരിക്കുകയില്ല. അത് ഗവൺമെൻറ് അവതരിപ്പിച്ച ഒരു ബോഡിക്ക് മുന്നാകെ തീർച്ചയായിട്ടും നിങ്ങളൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് അല്ലെങ്കിൽ ലിംഗശാസ്ത്രക്രിയ നടത്തിയതിൻ്റെ തെളിവ് തീർച്ചയായിട്ടും നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ചിലപ്പോൾ അവരെ മുണ്ടയിച്ച് കാണിക്കേണ്ട ഒരു ഘട്ടത്തിലേക്കൊക്കെ വരും. നിങ്ങൾ തെളിയിക്കണം നിങ്ങൾ ട്രാൻസ്ജെൻഡർ ആണ് എന്ന്. അത്തരത്തിൽപ്പെട്ട ഒരു നിയമമാണ് പ്രാബല്യത്തിൽ വരാൻ വേണ്ടി പോകുന്നത്. അതിനെതിരെയാണ് കേരളത്തിൽ മൊത്തം ജാസി അടക്കമുള്ള എല്ലാവരും തീർച്ചയായിട്ടും പ്രതിഷേധ പ്രകടനങ്ങളടക്കം നടത്തുന്നത് നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് ജാസി ആ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ പൊതുവേ തട്ടിപ്പാണ്. എന്തായാലും അത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രകടനത്തിൻ്റെ ഇടയിൽ ആൾക്കാർ കൂകി അവരെ വിളിച്ച് ഓടിക്കുന്ന ഒരു രംഗം തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണണം. ആദ്യമായിട്ട് നമുക്ക് ട്രാൻസ്ജെൻഡർ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ആ ചെറിയ ഒരു ഭാഗം നമുക്ക് കാണാം. അതിന് ശേഷം നമുക്ക് ജാസിയുടെയും അതുപോലെ അവരുടെ ഒരു പ്രകടനത്തിലെ മുദ്രാവാക്യം നമുക്കതെല്ലാം പരിശോധിക്കാം. നമുക്ക് ആദ്യമായിട്ട് അവിടെ ആ പ്രതിഷേധ പ്രകടനത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ, ഒരുപാട് സെലിബ്രിറ്റികൾ അടക്കം ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ മുദ്രാവാക്യത്തിലേക്കെല്ലാം നമുക്ക് പോകാം. അതിന്റെ മുന്നേ ആദ്യമായിട്ട് ജാസി ആ സംഭവ സ്ഥലത്തേക്ക് വരുന്ന ഒരു വീഡിയോ ഇപ്പോൾ വൈറലാണ്. നമുക്കതൊന്ന് കാണാം. ഇത്രയും ദൂരം ഞാൻ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ക്യാൻസർക്കാരൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഒരു നയം ഇപ്പോൾ പുതിയ അവർ ഇറക്കാൻ വേണ്ടി പോവുകയാണ്. അത് ട്രാൻസ്ജെൻഡേഴ്സിന് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ അത് വലിയൊരു പ്രോബ്ലം ആയി മാറും അത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ അവകാശങ്ങൾ നേടുക നമ്മൾ തന്നെ ഇറങ്ങണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് നോമ്പ് നോക്കി ഇത്രയും ദൂരത്തേക്ക് ഈ വെയിലത്ത് ഒരുപാട് പീപ്പിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജാസി വന്നത് ഇതിനോടുള്ള ആഭിമുഖ്യം കൊണ്ടോ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആദ്യമേ പറയുന്നുണ്ട് ഞാൻ നോമ്പ് എടുത്തിട്ടൊക്കെ എത്ര ക്ഷീണിച്ച് തിരുവനന്തപുരം വരെ വന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ജാസിക്കറിയാം ഇവിടെ ഒരുപാട് ഓൺലൈൻ മീഡിയക്കാരും അതുപോലെ തന്നെ മീഡിയ കവറേജ് എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ വന്ന് വിലസി തീർച്ചയായിട്ടും ഒരു പേരെടുത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് ജാസി എന്ന കാര്യം തീർച്ചയായിട്ടും ഇനി അടുത്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ആ വന്ന് മിനിറ്റുകൾക്കകം തന്നെ ഇതിലുള്ള ആൾക്കാർ അവരെ തിരിച്ച് ഓടിപ്പിക്കുന്ന ഒരു രംഗമാണ്. നിങ്ങളത് കാണണം. നമുക്കത് കണ്ടിട്ട് വരാം. നമ്മുടെ ശബ്ദം ഉയർത്തുക. വേറെ കുറെ ശബ്ദങ്ങൾ വരുന്നുണ്ടല്ലോ. അതെ, അത് ഞാൻ പലപ്പോഴും പല ഇന്റർവ്യൂവിലും പറയാറുണ്ട്, പല ഇതിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നല്ലവരുണ്ട്,
പറഞ്ഞാൽ മനസ്സിലാവാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത കുറച്ച് കീടങ്ങളുണ്ട്. അവർ തമ്മിൽ ഞാൻ ചുമ്മാ ഒരു ഭാഗത്ത് വെറുതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചൊറിയാണ്, പ്രസവം കഴിഞ്ഞോ, ആണാണോ പെണ്ണാണോ. അത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഉണ്ട് കുറച്ച് ആൾക്കാർ, മനസ്സിലാവാത്ത കുറച്ച് ആൾക്കാരെ, ആൾത്താമസം നല്ല ആൾത്താമസം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ചോദിക്കുന്ന ആൾ മുഖം മറിച്ചിട്ടാണ് ചോദിക്കുന്നത് എന്നോട്. ആ മുഖം വിസിബിൾ ആക്കി സംസാരിക്കാൻ കൂടെയുള്ള ഒരു ഇതില്ല, ഗഡ്സ് ഇല്ല. നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മുഖം കാണിച്ച് ട്രാൻസ് ആണ് പണ്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഈ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് തന്നെ ഇവർ ട്രാൻസ്ജെൻഡർ അല്ല എന്നും ഇവർ അഭിനയമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവർ തന്നെ ഈ ജാസിയോട് ചോദിക്കുകയാണ്, പ്രഗ്നൻ്റ് ആയിരുന്നല്ലോ, പ്രസവിച്ചോ, കുട്ടി എവിടെ എന്നൊക്കെ ചോദിച്ച് അവരെ മക്കാറാക്കി കൂക്കി വിടുന്ന ഒരു രംഗം. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് സത്യം. കാരണം ജനങ്ങൾക്കെതിരെ ഈ ജാസി എന്ന് പറയുന്നവൻ ഒരുപാട് കാലമായിട്ട് ജനങ്ങളെ പറ്റിച്ച് അത്തരത്തിൽപ്പെട്ട ഒരുപാട് പരിപാടികൾ ഇവരുടെ ഇടയിൽ നടത്തി ഇവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക. ഞാൻ പറഞ്ഞ ഈ നിയമം തീർച്ചയായിട്ടും പ്രാബല്യത്തിൽ വരിക തന്നെ വേണം. കാരണം ഇത്തരം തട്ടിപ്പുകാർക്കെതിരെ തീർച്ചയായിട്ടും നിയമ നടപടിയിലൂടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അത്തരം ശാസ്ത്രക്രിയയും പേപ്പറും ഇല്ലാത്ത ഒരാൾക്കാർക്കും ഐഡൻറ്റിറ്റി കാർഡ് അടക്കം ഇനി കിട്ടാൻ ഒരുപാട് പ്രയാസപ്പെടും. പക്ഷേ ലിംഗശാസ്ത്രക്രിയ കഴിഞ്ഞ ആൾക്കാർക്ക് ഇനി പേടിക്കേണ്ടതില്ല. നിയമപ്രകാരം അവർക്ക് സുഖമായിട്ട് ട്രാൻസ്ജെൻഡർ ആയിട്ട് തന്നെ മുന്നോട്ട് ജീവിക്കാനും പറ്റും. ഇത്തരം ജാസിയെ പോലുള്ള ആൾക്കാർ തീർച്ചയായും തട്ടിപ്പ് നടത്തിയിട്ടാണ്, ജനങ്ങളെ പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഈ ഒരു പരിപാടിയിൽ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെ അവരെ കൂകി തിരിച്ചു വിടുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടു കാണും. ഇത് തന്നെയാണ് ജാസിക്ക് തന്നെ മതിയായി. ജാസി പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിലും ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ മാത്രമല്ല, ഈ പൊതുജനങ്ങളെ തീർത്തും അഭിപ്രായം തന്നെയാണ് അവർ നിങ്ങളോട് ചോദിച്ചത്. തീർച്ചയായിട്ടും അത് നിങ്ങളോട് ചോദിക്കുകയും വേണം. ഇനി ഈ ഒരു പരിപാടി തീർച്ചയായിട്ടും വളരെ കാര്യമായ രീതിയിൽ അതിൽപ്പെട്ട ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് വാക്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അതിലും ചില പ്രശ്നങ്ങളുണ്ട്, നമുക്കതൊന്ന് കാണാം. ഇത്തരത്തിലുള്ള സഹോദരങ്ങൾ ഇത്രയും എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ ഇന്ത്യയിൽ ഒട്ടേക്കും അവിടെ ഇവിടെ നീങ്ങി കിടക്കുന്നവരെല്ലാവരും പ്രക്ഷുബ്ധമായി ഈ ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾക്ക് ഞങ്ങളുടെ റൈറ്റ്സ് നേടണം, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിയമപരിരക്ഷ വേണം, ഇന്ത്യയിൽ ഞങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്ന് ഘോരം ഞങ്ങൾക്ക് അക്സെപ്റ്റ് തരുമ്പോഴും ഇത്തരത്തിലുള്ള നിറയെ മാഫിയ തരത്തിലുള്ള ഇങ്ങനെ മാറ്റങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നടന്നു. ശ്രീകൃഷ്ണന് 10 ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ എവിടെയാണ് പോയിട്ട് ഐഡന്റിറ്റി കാർഡ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. മാത്രമല്ല ശിവനും പാർവതിയും അർജുനനും അവരാരും ആരുടെയും മുമ്പിൽ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചിട്ട് വിശ്വസിച്ചിട്ടല്ല അവരെ നമ്മൾ വിശ്വസിക്കുന്നതും കുമ്പിടുന്നതും. അപ്പൊ നമ്മള് ജീവിക്കുന്ന ഈ സംസ്കാരത്തിൽ നമ്മൾ ജീവിക്കുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് അവകാശങ്ങൾ മാഫിയ സംഘങ്ങളാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അവസാനം പറഞ്ഞ ആ ട്രാൻസ്ജെൻഡറിൻ്റെ വാക്കുകൾ കൃഷ്ണനെ കുറിച്ചാണ്. ഒരു ദൈവത്തെ കൂടി ഇതിലേക്ക് വലിച്ചേക്കുകയാണ്. കൃഷ്ണൻ 10 മുഖങ്ങളുണ്ടെങ്കിൽ 10 ഐഡൻറ്റിറ്റി കാർഡ് കിട്ടുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അന്ന് ആരും ഐഡൻറ്റിറ്റി കാർഡ് എടുത്തിട്ടില്ല എന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. ഈ സ്ത്രീ ഏത് കാലത്തിലാണ് ജീവിക്കുന്നത്? അന്നത്തെ കാലത്തൊന്നും ഐഡൻറ്റിറ്റി കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും ഒന്നും ഇറങ്ങിയിട്ടില്ല എന്ന് ആരെങ്കിലും ഒന്ന് ഈ ട്രാൻസ്ജെൻഡറിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തീർച്ചയായിട്ടും ഇത്തരത്തിൽപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ തീർച്ചയായിട്ടും അവർക്ക് ആ സമരം വിജയിപ്പിക്കണം, കയ്യടി കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി പറഞ്ഞു പോയതൊക്കെ ആയിരിക്കാം. പക്ഷേ എന്നാലും തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അത്രയ്ക്കും വളരെ വ്യക്തമായിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഒരു യുഗമാണ്, അത് രേഖപ്പെടുത്തുന്നതാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിൽ തീർച്ചയായിട്ടും അപഹാസ്യരാവുന്നത്, നിങ്ങളെ ആൾക്കാർ പരിഹസിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ വേഷം കെട്ടി നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ട്രെയിനിലാവട്ടെ, ബസ്സിലാവട്ടെ, ബസ് സ്റ്റാൻഡിലാവട്ടെ, ഒരുപാട് സ്ഥലങ്ങളിൽ അത്തരത്തിൽപ്പെട്ട ചില ആൾക്കാർ കാരണമാണ് ഇത്തരത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റിക്ക് വരെ ദോഷപ്പേരുണ്ടാവുന്നത്. ഇതിൽ നല്ല ആൾക്കാരുണ്ട്, എല്ലാവരെയും ഞാൻ ഒരിക്കലും അടച്ചാക്ഷേപിക്കുന്നില്ല. വളരെ നന്നായിട്ട് ജീവിച്ച് ജോലിയെടുത്ത് ആ ടെലിവിഷൻ അവതാരികയൊക്കെ നമുക്കറിയാവുന്ന ആൾക്കാരാണ്. അത്തരത്തിൽപ്പെട്ട നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന മറ്റൊരു കൂട്ടരും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ആ നിയമം കൊണ്ടത്. 100% ഞാൻ ആ നിയമത്തെ പിന്താങ്ങുകയാണ്. കാരണം അത്തരത്തിൽപ്പെട്ട നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷമായ ഇത്തരം ഒരു ആൾക്കാർക്ക് അല്ലെങ്കിൽ ശസ്ത്രക്രിയയെല്ലാം ചെയ്ത് വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സിന് അവരുടെ അധികാരങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുക്കാനും വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ആത്യന്തികമായിട്ട് ഞങ്ങൾ അവരുടെ മുന്നിൽ തുണി പൊന്തിച്ച് കാണിക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റുകയില്ല എന്നൊക്കെ ഇവർ പറയുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു നടപടിയിലേക്കൊന്നും ഗവൺമെൻറ് ഒരിക്കലും പോവുകയില്ല. ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും ആ ഗവൺമെൻറ് ബോഡിയുടെ മുമ്പാകെ തീർച്ചയായിട്ടും അവതരിപ്പിക്കേണ്ടതായിട്ട് വരും. അവർ ക്രോസ് ചെക്കിങ് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു ആനുകൂല്യവും കിട്ടുകയില്ല. പക്ഷേ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആജീവനാന്തം നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി അറിയപ്പെടാനും സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.